ബീജിംഗിൽ ഫോർബിഡൻ സിറ്റി എന്നറിയപ്പെടുന്ന പഴയ ചക്രവർത്തിമാരുടെ കൊട്ടാരക്കെട്ടുകൾക്കിടയിലൂടെ സഞ്ചാരം തുടരുകയാണ്. പ്രധാന കവാടങ്ങളും കാര്യാലയ സമുച്ചയങ്ങളുമൊക്കെ പിന്നിട്ട് ഒരു മൈതാനത്താണ് വന്നെത്തിയിരിക്കുന്നത്. ഹാൾ ഓഫ് പ്രിസർവ്ഡ് ഹാർമണി പിന്നിടുമ്പോൾ ഗേറ്റ് ഓഫ് ഹെവൻലി പ്യൂരിറ്റി എന്ന കവാടം കണ്ടിരുന്നു. പക്ഷേ അതുവഴി പോകാതെ കൊട്ടാരക്കെട്ടുകളുടെ മറ്റൊരു ഭാഗത്തേക്കാണ് ഞങ്ങൾ നീങ്ങുന്നത്. ഫോർബിഡൻ സിറ്റിയിൽ രാജാവ് വസിച്ചിരുന്നിടത്തേക്കും അന്തഃപുര ഭാഗങ്ങളിലേക്കുമൊക്കെ പോകാനാണ് തീരുമാനം. ഇവിടെയുമുണ്ട് വലിയൊരു നടുമുറ്റം. കല്ലുപാകി ഭംഗിയാക്കിയ വലിയൊരു ചത്തുരം. രാജഭരണകാലത്ത് ഏറ്റവും പ്രധാന അനുചരർക്കും ഭൃത്യർക്കുമല്ലാതെ പുറം ലോകത്തുനിന്നും മറ്റൊരാൾക്കും പ്രവേശനമില്ലാത്ത ഭാഗങ്ങളായിരുന്നു ഇതൊക്കെ. മുറ്റത്തിന്റെ ഒരറ്റത്ത് ചെറിയൊരു കവാടഗോപുരം. നിങ്ഷോമെൻ അഥവാ ഗേറ്റ് ഓഫ് ട്രാങ്ക്വിൽ ലോങ്ങേവിറ്റി എന്നാണ് അതിന്റെ പേര്. അവിടെ ഇങ്ങനെ 2 പിച്ചള പ്രതിമകളുണ്ട്. പെൺസിംഹങ്ങളുടെ പ്രതിമകൾ. രാജകീയ പ്രൗഢിയുള്ള കെട്ടുകളും എടുപ്പുകളുമൊക്കെ ഉണ്ടെങ്കിലും ദുരൂഹവും ഒട്ടൊക്കെ ക്രൂരവുമായിരുന്നു ചക്രവർത്തി ഭരണകാലത്തെ ഇവിടുത്തെ ജീവിതം. ഒരു ചക്രവർത്തിക്ക് വേണ്ടി ചൈന മുഴുവൻ വണങ്ങി നിന്ന നാളുകൾ. ചക്രവർത്തിയുടെ സുഖജീവിതവും സൗകര്യങ്ങളുമൊക്കെയായിരുന്നു മുഖ്യം. അന്തഃപുര സുരക്ഷയ്ക്കായി തിരഞ്ഞെടുക്കുന്ന ആരോഗ്യവാന്മാരായ യുവാക്കളെ ഷണ്ടന്മാരാക്കിയാണ് കാവൽ ജോലിക്ക് നിയോഗിച്ചിരുന്നത്. ഹാൾ ഓഫ് ജുവലറി എന്നറിയപ്പെടുന്ന കൊട്ടാരക്കെട്ടുകളാണ് ഇത്. മധ്യത്തിൽ വലിയൊരു കെട്ടിടം. ഇക്കാണുന്ന വലിയ കെട്ടിടം പാലസ് ഓഫ് ഹെവൻലി പ്യൂരിറ്റി എന്നറിയപ്പെടുന്നു. അവിടേക്ക് നടക്കാം. ചക്രവർത്തിമാരുടെ കാലത്ത് ഏറ്റവും പ്രാധാന്യമാർന്ന കൊട്ടാരങ്ങളിൽ ഒന്നായിരുന്നു ഇത്. തടിയിൽ തീർത്ത അനുപമമായ കൊത്തുപണികളുടെ കാഴ്ചയാണ് എതിരേൽക്കുന്നത്. അതിന് കീഴിൽ ചക്രവർത്തിയുടെ സിംഹാസനം, സവിശേഷമായ സുവർണ സിംഹാസനം. മിങ് രാജവംശകാലത്ത് ചക്രവർത്തി കുടുംബം വസിച്ചിരുന്ന കൊട്ടാരമാണ് പാലസ് ഓഫ് ഹെവൻലി പ്യൂരിറ്റി. അന്ന് സിംഹാസനത്തിനു താഴെ നിരത്തിയിടുന്ന ഇരിപ്പിടങ്ങളിൽ കുടുംബത്തിലെ പ്രധാനികളും ഇരുന്നിരുന്നു. ക്വിങ് രാജവംശകാലത്താകട്ടെ ചക്രവർത്തിയുടെ ഗ്രാൻഡ് കൗൺസിൽ സമ്മേളിച്ചിരുന്നത് ഇവിടെയാണ്. കൊട്ടാരമച്ചിലെ കൊത്തുപണികളും ചിത്രപ്പണികളുമൊക്കെ കമനീയമാണ്. നൂറ്റാണ്ടുകൾ പിന്നിട്ടപ്പോൾ നിറം അല്പം മങ്ങിയിട്ടുണ്ടെങ്കിലും അതിന്റെ സ്വാഭാവിക ഭംഗിക്ക് കോട്ടമൊന്നും സംഭവിച്ചിട്ടില്ല. 1912 സ്ഥാനഭൃഷ്ടനാക്കപ്പെട്ട പു ഇ ആണ് ഈ സിംഹാസനത്തിലിരുന്ന അവസാനത്തെ ചക്രവർത്തി. ക്വിങ് രാജവംശത്തിൽ പിറന്ന് 2 വയസ്സും 10 മാസവുമുള്ളപ്പോൾ ചൈനയുടെ ചക്രവർത്തി പദത്തിൽ അഭിഷേകം ചെയ്യപ്പെട്ട ആളാണ് പു ഇ. 1912 ജനകീയ വിപ്ലവത്തെ തുടർന്ന് അധികാരം നഷ്ടപ്പെട്ടെങ്കിലും വിപ്ലവകാരികൾ ആ കുഞ്ഞു ചക്രവർത്തിയെ തടവിലാക്കുകയോ നാടുകടത്തുകയോ ചെയ്തിരുന്നില്ല. ഫോർബിഡൻ സിറ്റിയുടെ മറ്റൊരു കോണിലുള്ള ഒരു കൊട്ടാരത്തിൽ ജീവിക്കാൻ അവർ അദ്ദേഹത്തെ അനുവദിച്ചു. ചൈന ഭരിച്ച ചക്രവർത്തിമാർക്കെല്ലാം നിരവധി ഭാര്യമാരുണ്ടായിരുന്നെന്നാണ് ചരിത്രം. സൗന്ദര്യവും കുടുംബമഹിമയും കൂടുതലുള്ള ആൾക്കായിരിക്കും രാജ്ഞി പദവി. പിന്തുടർച്ചാവകാശപ്രകാരം ഈ രാജ്ഞിയുടെ മൂത്ത പുത്രനാകും അടുത്ത ചക്രവർത്തി. മൂത്തയാൾ പുത്രിയാണെങ്കിൽ സിംഹാസനം അവളിൽ വന്നു ചേരുന്ന പതിവുമുണ്ടായിരുന്നു. അവസാന ചക്രവർത്തിയായ പു ഇയുടെ മാതാവായിരുന്നു രാജ്യം വാണിരുന്നത്. ഇവിടെ ഒരു ഉദ്യാനത്തിൽ പ്രത്യേകതരം കല്ലുകൾ പ്രാകൃതമായ ശില്പങ്ങൾ പോലെ കാണാം. കടുത്ത അന്ധവിശ്വാസികളായിരുന്ന ചൈനീസ് ചക്രവർത്തിമാർ ചൈനയുടെ പല ഭാഗങ്ങളിൽ നിന്നും വരുത്തിയ കല്ലുകളാണിത്. ഈ കല്ലുകൾ ദീർഘായുസ് പ്രദാനം ചെയ്യുമെന്നായിരുന്നു വിശ്വാസം. പല പല കൊട്ടാരക്കെട്ടുകൾ. പണ്ട് ഈ കൊട്ടാരങ്ങളിലെ ജീവിതം എങ്ങനെയായിരുന്നു എന്നൊക്കെ ലില്ലി വിവരിക്കുന്നുണ്ട്. ദിവസങ്ങളോളം നടന്നാൽ തീരാത്ത വഴികളുണ്ട് ഫോർബിഡൻ സിറ്റിയിൽ. മിങ് രാജവംശകാലത്ത് 10 ലക്ഷം തൊഴിലാളികളാണ് ഈ രാജകീയ നഗരത്തിനു വേണ്ടി ജോലി ചെയ്തത്. മംഗോൾ യുവാൻ രാജവംശത്തിൽ നിന്നും മിങ് രാജവംശം ചൈന പിടിച്ചടക്കുമ്പോൾ ഇവിടം ഒരു പട്ടണമായിരുന്നു. അന്ന് ഈ പ്രദേശത്തുണ്ടായിരുന്ന കെട്ടിടങ്ങളൊക്കെ ഇടിച്ചു നിരത്തിയ ശേഷമാണ് ആസൂത്രണ തികവോടെ ഫോർബിഡൻ സിറ്റി നിർമ്മിക്കുന്നത്. 14 വർഷമെടുത്തു ഫോർബിഡൻ സിറ്റിയുടെ പണി പൂർത്തിയാവാൻ.
ഇവിടെ ഒരു ചിത്ര ഗാലറിയുണ്ട്. അതിലൂടെ നടക്കുന്നത് ചക്രവർത്തിയുടെ സ്ലീപ്പിംഗ് ചേംബറിലേക്കാണ്. ഇടുങ്ങിയ വരാന്തയിലൂടെ വേണം ഉറക്കറയിലേക്ക് പോകാൻ. മരം ധാരാളമായി ഉപയോഗിച്ച് നിർമ്മിച്ച കെട്ടിടങ്ങളാണ് എല്ലാം. ഇതാണ് സ്ലീപ്പിംഗ് ചേംബറും കട്ടിലും. ഇത്രയും വലിയ കൊട്ടാരക്കെട്ടുകളുടെ ഉടമയായിരുന്ന ചക്രവർത്തി ചെറിയൊരു കുടിസുമുറിയിലാണ് ഉറങ്ങിയിരുന്നതെന്ന് അവിടെ നിന്നിറങ്ങുമ്പോഴും വിശ്വസിക്കാനാവുന്നില്ല. രാജാവ് സുഖലോലുപനല്ലായിരുന്നു എന്ന് ഇതിനർത്ഥമില്ല. ഭാര്യമാർക്കായി പണിത കൊട്ടാരങ്ങളിലൊക്കെ ചക്രവർത്തിക്കായി ആഡംബരത്വമാർന്ന കിടപ്പുമുറികൾ ഉണ്ടായിരുന്നെന്നത് മറ്റൊരു യാഥാർത്ഥ്യം. രാജാവിന്റെ കുടുംബജീവിതവുമായി ബന്ധപ്പെട്ട കെട്ടിടങ്ങളിൽ പലതും ഇന്ന് ടൂറിസത്തിലെ വരുമാനത്തിനായി ഉപയോഗപ്പെടുത്തുന്നുണ്ട്. കൊട്ടാരവേഷം ധരിച്ചു നിന്ന് ഫോട്ടോ എടുക്കാനുള്ള സൗകര്യം വരെ ചില കെട്ടിടങ്ങളിലുണ്ട്. കൊട്ടാര വഴികളിലൂടെ നടന്ന് ഞാൻ വശം കെട്ടു. എത്രയോ നടുമുറ്റങ്ങൾ. കെട്ടിടങ്ങളെല്ലാം നടുമുറ്റങ്ങൾക്ക് ചുറ്റുമായാണ് പണിതിരിക്കുന്നത്. വലിയ തൂണുകളും നീളൻ വരാന്തകളും മെറൂൺ നിറം പൂശിയ ഭിത്തികളും. ഫോർബിഡൻ സിറ്റിയിലെ കെട്ടിടങ്ങളുടെയൊക്കെ ഒരു പൊതു സ്വഭാവം ഇതാണ്. കെട്ടിടത്തറയിലും നടുമുറ്റത്തുമൊക്കെ മിനുസപ്പെടുത്തിയ കല്ല് വിരിച്ചിരിക്കുന്നു. പല കെട്ടിടങ്ങളിലും പണ്ടത്തെ അമൂല്യ വസ്തുക്കൾ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. സ്വർണസ്തൂപങ്ങൾ മുതൽ ബുദ്ധവിഗ്രഹങ്ങൾ വരെ ഇതിൽ ഉൾപ്പെടുന്നു. ഇവിടെയുണ്ടായിരുന്ന ഒട്ടുമുക്കാലും വസ്തുക്കളും അന്ന് ചൈനയുടെ ഭാഗമായിരുന്ന തായ്പേയിലെ നാഷണൽ പാലസ് മ്യൂസിയത്തിലേക്ക് കൊണ്ടുപോയിരുന്നു. പിന്നീട് തായ്വാൻ ഒരു രാജ്യമായി മാറിയപ്പോൾ ആ വസ്തുക്കൾ ചൈനയ്ക്ക് നഷ്ടമാവുകയാണുണ്ടായത്. ചില വാതിലുകൾ വിചിത്ര രീതിയിലുള്ളതാണ്. ഇവിടെ വലിയൊരു പെയിന്റിംഗ് ഉണ്ട്. പഴയകാലത്തെ ചക്രവർത്തിയുടെ സദസ്സ് എങ്ങനെയായിരുന്നെന്ന് ഇതിൽ നിന്നും അറിയാം. മന്ത്രിമാരാലും പ്രമാണിമാരാലും ചുറ്റപ്പെട്ട് ചക്രവർത്തിയിരിക്കുന്നു. വീണ്ടും ഇറങ്ങുന്നത് മറ്റൊരു നടുമുറ്റത്തേക്കാണ്. ഇങ്ങനെ ഇന്ന് എത്ര നടുമുറ്റങ്ങൾ കയറിയിറങ്ങിയെന്ന് ഓർത്തെടുക്കാൻ പോലും ആവുന്നില്ല. കമനീയവും അതിസൂക്ഷ്മവുമാണ് ഓരോ കെട്ടിടത്തിന്റെയും നിർമ്മാണം. ചൈനയിലെ വനങ്ങളിലെ എത്രയോ വൻമരങ്ങൾ ഫോർബിഡൻ സിറ്റിയിലെ കൊട്ടാരക്കെട്ടുകളുടെ ഭാഗമായി. പട്ടാളക്കാരും കർഷകരും ഇടത്തരം ഭൂവുടമകളും വരെ മിങ് രാജവംശകാലത്ത് ഈ കെട്ടിടങ്ങളുടെ നിർമ്മാണത്തിനായി നിയോഗിക്കപ്പെട്ടിരുന്നു. കെട്ടിടത്തിനകത്തു നിന്നും ഇറങ്ങിയെത്തുന്നത് ഒരു മതിൽക്കെട്ടിനടുത്തേക്കാണ്. 8 മീറ്റർ ഉയരമുള്ള ഒരു മതിൽ. നമ്മുടെ നാട്ടിൽ സെൻട്രൽ ജയിലിന് പോലും ഇത്ര ഉയരമുള്ള മതിൽ കാണാറില്ല. ചക്രവർത്തിയും കുടുംബവുമൊക്കെ എത്ര സുരക്ഷിതത്വത്തോടെയാണ് ഇവിടെ കഴിഞ്ഞിരുന്നതെന്ന് ഓർക്കുക. മതിലിന്റെ അരിഞ്ഞാണത്തിനു തന്നെ താഴെ നടക്കുന്ന ആളുകളുടെ അത്ര ഉയരമുണ്ട്. ഫോർബിഡൻ സിറ്റിക്ക് അകത്തെ തന്നെ മതിലുകളാണ് ഇതെന്നോർക്കണം. ഫോർബിഡൻ സിറ്റിയുടെ പല ഭാഗങ്ങളും തമ്മിൽ പരസ്പരം ബന്ധപ്പെടാനാകാത്ത രീതിയിൽ ഈ വിധം വേർതിരിച്ചിരിക്കുകയാണ്. അന്തഃപുരങ്ങളെയും ഉദ്യോഗസ്ഥ കാര്യാലയങ്ങളെയും രാജാവിന്റെ സ്വകാര്യ വസതിയെയുമൊക്കെ ഈ വിധം മതിലുകളാൽ വേർതിരിച്ചിരിക്കുന്നു. മതിലിന് ചുവട്ടിൽ നീളൻ ചാരുബെഞ്ചുകളുണ്ട്. നടന്നു മടുത്തുവരുന്ന ആളുകൾക്ക് വലിയൊരു ആശ്വാസമാണിത്. ഫോർബിഡൻ സിറ്റിയുടെ കുറേ ഭാഗമെങ്കിലും കണ്ടിറങ്ങി വരുന്ന ഒരാൾ ഒന്നിരിക്കാൻ കൊതിച്ചു പോകും. കാരണം അത്ര വിശാലമാണ് ഈ ഇമ്പീരിയൽ സിറ്റി. ഇവിടെ ഉണ്ടായിരുന്ന ചക്രവർത്തിമാർ പോലും ഫോർബിഡൻ സിറ്റിയുടെ മുഴുവൻ ഭാഗവും കണ്ടിട്ടുണ്ടാവുമോ എന്ന് സംശയമാണ്. ഇതാണ് ഫോർബിഡൻ സിറ്റിയുടെ പുറത്തേക്കുള്ള കവാടം. ഗേറ്റ് ഓഫ് ഡിവൈൻ പ്രോസ് എന്നാണ് ഇതറിയപ്പെടുന്നത്. ഗേറ്റ് ഓഫ് ഡിവൈൻ മൈറ്റ്, ബ്ലാക്ക് ടോർട്ടോയിസ് ഗേറ്റ് എന്നിങ്ങനെ പല വിശേഷണങ്ങളുണ്ട് ഈ കവാടത്തിന്. ഈ ഗേറ്റ് കടന്നു ചെല്ലുക വലിയൊരു കിടങ്ങിന് മുകളിലേക്കാണ്. ചക്രവർത്തിയുടെ വാസസ്ഥാനവുമായി ഏറ്റവും അടുത്തുള്ള ഗേറ്റ് എന്ന നിലയിൽ മിങ് രാജവംശ നാളുകളിൽ ഇവിടെ പ്രത്യേകമായൊരു സൈനിക ദളം തന്നെ ഉണ്ടായിരുന്നെന്ന് ചരിത്രം. അന്നൊക്കെ ആചാരപരമായ ചടങ്ങുകൾക്ക് വേണ്ടി മാത്രമേ ഡിവൈൻ പ്രോസ് ഗേറ്റിലെ പ്രധാന വാതിൽ തുറന്നിരുന്നുള്ളൂ. ആ കവാടത്തിലൂടെ ജനക്കൂട്ടത്തിനൊപ്പം പുറത്തേക്ക് നടന്നു. ഏതാണ്ട് 2 മണിക്കൂർ ഫോർബിഡൻ സിറ്റിയിലൂടെ ചുറ്റി നടന്നിരിക്കുന്നു. കവാടം കടക്കുമ്പോൾ മുന്നിൽ ഒരു മലയും അതിനു മുകളിൽ ഒരു പൗലിനുമൊക്കെ കാണാം. ജിൻ ചാങ് പാർക്ക് എന്നറിയപ്പെടുന്ന ഒരു ഉദ്യാനമാണത്. ചക്രവർത്തിമാരുടെ കാലത്തെ രാജകീയ ഉദ്യാനം.
1000 വർഷം മുൻപ് ലിയാവോ ജിൻ രാജവംശങ്ങളുടെ കാലത്ത് രൂപപ്പെടുത്തിയതാണ് അത്. ഈ പൗലിനിൽ ഇരുന്നാൽ ഫോർബിഡൻ സിറ്റിയുടെ വിശാല ദൃശ്യം കാണാം. ചക്രവർത്തിമാരുടെ സ്വകാര്യ ഉദ്യാനമായിരുന്ന ജിങ് ഷാങ് 1928 പൊതുജനത്തിന് തുറന്നുകൊടുത്തത്. ഞങ്ങളുടെ വാഹനം പാർക്കിംഗ് ഏരിയയിൽ എവിടെയോ കിടപ്പുണ്ട്. അവിടേക്കാണ് ലില്ലി നയിക്കുന്നത്. ജനക്കൂട്ടത്തിന് പിറകെ ഇങ്ങനെ പോകുമ്പോൾ ഫോർബിഡൻ സിറ്റിക്ക് ചുറ്റുമുള്ള കിടങ്ങ് കാണാം. ഒരു നദി പോലെ കിടക്കുകയാണത്. 52 മീറ്റർ വീതിയും 6 മീറ്റർ ആഴവുമുള്ള കിടങ്ങ്. ജിങ്ഷാങ് പാർക്ക് സ്ഥിതി ചെയ്യുന്ന മല ഈ കിടങ്ങ് നിർമ്മിക്കുന്നതിനായി കുഴിച്ചെടുത്ത മണ്ണിട്ട് രൂപപ്പെട്ടതാണ്. ഈ കിടങ്ങ് കടന്ന് 8 മീറ്റർ ഉയരമുള്ള മതിലും കടന്നെങ്കിൽ മാത്രമേ ശത്രുക്കൾക്ക് ഫോർബിഡൻ സിറ്റിയിൽ പ്രവേശിക്കാൻ കഴിഞ്ഞിരുന്നുള്ളൂ. അത്തരത്തിൽ വിശാലവും വളരെ ആസൂത്രിതവുമായ രാജനഗരമാണ് ഫോർബിഡൻ സിറ്റി. ഞങ്ങളുടെ വാഹനം ഇവിടെയുണ്ട്. അതിൽ കയറി യാത്ര തുടരുകയാണ്. വെയിൽ ചൂടിൽ നിന്ന് വാഹനത്തിലെ എസിയിലേക്ക് വന്നപ്പോൾ നല്ല സുഖം. വാഹനത്തിൽ കയറിയതേ ലില്ലി പ്രസംഗം തുടങ്ങി. ചൈനീസ് പരമ്പരാഗത ചികിത്സയുടെ ഗുണഗണങ്ങളാണ് ഈ വിവരിക്കുന്നത്. അടുത്തതായി നിങ്ങളെ ചൈനീസ് പാരമ്പര്യ ചികിത്സയുടെ വലിയൊരു കേന്ദ്രത്തിലേക്ക് കൊണ്ടുപോകാമെന്നും ജീവിതത്തിലെ വലിയൊരു അനുഭവമായിരിക്കും അതെന്നുമൊക്കെ ലില്ലി പറയുന്നുണ്ട്. വൈദ്യന്മാർ നിങ്ങളെ തൊട്ടുനോക്കി രോഗം പ്രവചിക്കുമെന്നും ഈ അവസരം പാഴാക്കരുതെന്നുമൊക്കെ ലില്ലി പറയുന്നുണ്ട്. അങ്ങനെ വാഹനം ഒരിടത്ത് കൊണ്ടുചെന്ന് നിർത്തി. മുൻപിൽ കാണുന്നതാണ് ചൈനീസ് പാരമ്പര്യ ചികിത്സാലയം. ലില്ലിയുടെ പിന്നാലെ ഞങ്ങളും നടന്നു. പാതയുടെ ഒരു ഭാഗത്ത് നീളത്തിൽ സ്റ്റീൽ കൊണ്ട് നിർമ്മിച്ചിരിക്കുന്ന കൗണ്ടറുകളുടെ വലിയൊരു നിര കാണാം. വൈകുന്നേരമാകുമ്പോൾ സജീവമാകുന്ന ചൈനീസ് തട്ടുകടകളാണിത്. തട്ടുകട എങ്ങനെ സജ്ജീകരിക്കാമെന്ന് ഇവിടെ നിന്ന് നമ്മൾ കണ്ടുപഠിക്കുക തന്നെ വേണം. വൈദ്യശാലയിൽ എത്തിയിരിക്കുന്നു. വലിയൊരു സ്ഥാപനമാണിത്. ഒരു മുറിയിലേക്ക് ഞങ്ങൾ നയിക്കപ്പെട്ടു. ഇവിടെ ഒരാളുണ്ട്. മതപ്രഭാഷണം പോലെ ചൈനീസ് മരുന്നുകളുടെയും ചികിത്സയുടെയും പ്രത്യേകതകൾ വിവരിക്കുകയാണ് ആശാൻ. ഇദ്ദേഹം ആമുഖ പ്രഭാഷകൻ മാത്രമാണ്. യഥാർത്ഥ ചികിത്സകർ വരാനിരിക്കുന്നതേയുള്ളൂ അത്രേ. ഓരോ അവയവങ്ങളെയും ഓരോ രോഗങ്ങളും എങ്ങനെ ബാധിക്കുമെന്നും ചൈനീസ് മരുന്നുകൾ അതിനൊക്കെ എങ്ങനെ പ്രതിവിധിയാകുന്നുമെന്നുമൊക്കെയാണ് ഇദ്ദേഹം വിവരിക്കുന്നത്. ആതുര സേവന രംഗത്ത് തങ്ങളുടേതായ വലിയ സംഭാവനകൾ അർപ്പിച്ചിട്ടുള്ളവരാണ് പ്രാചീന ചൈനക്കാർ. അക്യുപഞ്ചർ, വിവിധതരം മസാജുകൾ എന്നിവയൊക്കെ ഇവരുടെ സംഭാവനയായിട്ടുണ്ട്. എന്നാൽ ആധുനിക കാലത്ത് എന്തിനേയും കച്ചവടമാക്കുന്ന ചൈനക്കാർ മെഡിസിനിലും മായം കലർത്തിക്കഴിഞ്ഞു എന്നെനിക്ക് തോന്നി. കാരണം ഈ കേന്ദ്രത്തിൽ നിന്നും ചികിത്സകർ നാഡി പരിശോധിച്ച് എനിക്ക് നൽകിയ വിവരങ്ങൾ തീർത്തും തെറ്റായിരുന്നു. ഏതായാലും കുറേ നേരം ഇവിടെ ഇദ്ദേഹത്തിന്റെ പ്രഭാഷണം കേട്ട് ഞങ്ങളിരുന്നു. ഈ കച്ചവടത്തിന്റെ സജ്ജീകരണത്തെക്കുറിച്ചാണ് ഇപ്പോൾ ഞാൻ ചിന്തിക്കുന്നത്. ടൂർ ഗൈഡുകൾ സഞ്ചാരികൾക്ക് വലിയ പ്രലോഭനമൊക്കെ നൽകി ഈ കേന്ദ്രത്തിൽ കൊണ്ടുവരുന്നു. ഇവർ വലിയ പ്രഭാഷണത്തിലൂടെ സഞ്ചാരികളെ വിശ്വസിപ്പിക്കുന്നു. ഡോക്ടർമാർ പരിശോധിക്കുന്നു. വൻവിലയുടെ മരുന്ന് വിൽക്കാൻ ശ്രമിക്കുന്നു. പക്ഷേ പാരമ്പര്യ വൈദ്യശാലയിൽ നിന്നും മടങ്ങുമ്പോൾ എന്നെ അത്ഭുതപ്പെടുത്തുന്ന ഒരു കാര്യമുണ്ട്. ഒരാൾ പോലും അവിടെ നിന്ന് ഒന്നും വാങ്ങിയിട്ടില്ല. ബീജിംഗിന്റെ മറ്റു ചില ഭാഗങ്ങളിലൂടെ ഞങ്ങൾ യാത്ര തുടരുകയാണ്. ഇന്റർനാഷണൽ ബ്രാൻഡുകളുടെ ഷോറൂമുകൾ, ലോക നിലവാരമുള്ള മന്ദിര സമുച്ചയങ്ങൾ, അപ്പാർട്ട്മെന്റുകൾ. ബീജിംഗ് പ്രൗഢമായൊരു പട്ടണം തന്നെയാണ്. അതിവിസ്തൃതമായ പാതകൾ, നല്ല വൃത്തിയും മനോഹാരിതയുമുള്ള ഒരു നഗരം. ലോകത്തെ മറ്റേതൊരു തലസ്ഥാനത്തോടും കിടപിടിക്കാവുന്ന നഗരം. ഈ കാഴ്ചകൾക്ക് മുന്നിൽ ഡൽഹി വളരെ പിന്നിലാണെന്ന് തോന്നും. എന്നാൽ ഇതുപോലുള്ള ദാരിദ്ര്യം നിഴലിക്കുന്ന പ്രദേശങ്ങളും ഈ നഗരത്തിലുണ്ട്. ലക്ഷക്കണക്കിന് ആളുകൾ ചേരികളിൽ വസിക്കുന്ന നഗരം കൂടിയാണിത്. ചെറിയൊരു ജംഗ്ഷനിൽ വണ്ടി നിന്നു. വെൻഷാങ് ഹുട്ടോങ് എന്ന് ചൂണ്ടുപലക. ഹുട്ടോങ് എന്നാൽ ഇടുങ്ങിയ തെരുവ്.
ഇത് ബീജിംഗ് തന്നെയാണോ എന്ന് നമ്മൾ അത്ഭുതപ്പെട്ടു പോകും. പഴകിയ കെട്ടിടങ്ങൾ, സൈക്കിൾ റിക്ഷകൾ, സാധാരണ സൈക്കിളുകളിൽ കടന്നു പോകുന്നവർ, ട്രൈസൈക്കിളിൽ ചരക്കുമായി പോകുന്നവർ, മോട്ടോർ ഘടിപ്പിച്ച സൈക്കിൾ റിക്ഷകൾ, ഇതൊക്കെ യഥാർത്ഥ ചൈനീസ് ജീവിതത്തിലേക്ക് നമ്മെ കൊണ്ടുപോകുന്ന ദൃശ്യങ്ങളാണ്. കടകളിലേക്ക് സാധനങ്ങൾ എത്തിക്കാൻ പോകുന്നവർ, അപൂർവമായി എത്തുന്ന ടാക്സികൾ, ഇടയ്ക്കിടെ കടന്നുപോകുന്ന ബസ്സുകൾ, തണ്ണിമത്തൻ നിറച്ചുവെച്ച സൈക്കിൾ റിക്ഷ, ഇതൊക്കെയാണ് മിന്നിത്തിളങ്ങുന്ന ബീജിംഗിന്റെ പിന്നാമ്പുറ ദൃശ്യങ്ങൾ. ഇവിടെയൊന്നും അധികം ടൂറിസ്റ്റുകൾ എത്താറില്ല. ചേരികൾ ഉള്ളിടത്തോ ദരിദ്രാവസ്ഥകൾ നിലനിൽക്കുന്നിടത്തോ ടൂറിസ്റ്റുകൾ എത്താതിരിക്കാൻ ചൈനീസ് അധികൃതരും ശ്രദ്ധിക്കുന്നുണ്ട്. ഒരു സാധാരണ ചൈനീസ് റെസ്റ്റോറൻറ്റിലേക്കാണ് ലില്ലി ഞങ്ങളെ കൊണ്ടുപോകുന്നത്. ഇന്ന് ഒട്ടേറെ ടൂർ ഗൈഡുകളെ ടിയാനൻമെൻ സ്ക്വയറിലും ഫോർബിഡൻ സിറ്റിയിലുമൊക്കെ ഞാൻ കാണുകയുണ്ടായി. അതിൽ ഏറ്റവും കുറച്ച് ടൂറിസ്റ്റുകളെ കിട്ടിയിരിക്കുന്ന ഗൈഡ് ലില്ലി തന്നെയാണെന്ന് തോന്നുന്നു. മറ്റുള്ളവരൊക്കെ ഒരു ബസ് നിറയെയുള്ള സഞ്ചാരികളുമായാണ് വന്നിരുന്നത്. ഞങ്ങൾ ചെല്ലുമ്പോഴേക്കും 28-ാം നമ്പർ മേശയിൽ ഭക്ഷണം നിരന്നിരിപ്പുണ്ട്. ലില്ലി ശ്രമക്കാരിയായി മേശയ്ക്കരികിൽ നിൽപ്പാണ്. കുറച്ച് ഓംലെറ്റും പീക്കിംഗ് ഡക്ക് എന്നറിയപ്പെടുന്ന താറാവ് മുരിച്ചതും അല്പം പച്ചക്കറിയും ഓരോ ചൈനീസ് കോപ്പുകളിൽ ചോറും. ചോറ് നമുക്ക് മെയിൻ ഡിഷാണെങ്കിൽ ഇവർക്കെല്ലാം അത് സൈഡ് ഡിഷാണ്. ഡക്ക് മുരിച്ചത് കഴിക്കുന്നതിന് പ്രത്യേക രീതിയുണ്ട്. ചപ്പാത്തി പോലൊരു സംഗതി പ്ലേറ്റിലുണ്ട്. അതിൽ പൊതിഞ്ഞു വേണം ഇറച്ചി കഴിക്കാൻ. പ്രത്യേക മസാലക്കൂട്ടുകളൊക്കെ ചേർത്ത് ചീകി മുരിച്ചെടുത്ത താറാവിറച്ചിയാണ്. തരക്കേടില്ലാത്ത വിഭവം. ഭക്ഷണശേഷം ഞങ്ങൾ വീണ്ടും വാഹനത്തിലേക്ക് നടന്നു. നല്ല വെയിൽ. യാത്ര തുടർന്ന് ഇപ്പോൾ എത്തുന്നത് ടെമ്പിൾ ഓഫ് ഹെവൻ എന്ന പുരാതനമായ ഒരു പ്രദേശത്തേക്കാണ്. നിരവധി പുരാതന പ്രാർത്ഥനാലയങ്ങളുടെ ഒരു കോംപ്ലക്സാണ് ടെമ്പിൾ ഓഫ് ഹെവൻ. അതിവിശാലമായ ഒരു പ്രദേശമാകെ വ്യാപിച്ചു കിടക്കുന്നതാണ് ക്ഷേത്ര സമുച്ചയം. ടെമ്പിൾ ഓഫ് ഹെവൻ എന്ന പ്രധാന ക്ഷേത്രം താരതമ്യേന ചെറിയൊരു മന്ദിരമാണ്. എന്നാൽ ചരിത്രപരമായി വലിയ പ്രാധാന്യമാണ് അതിനുള്ളത്. ക്ഷേത്രത്തിനടുത്തുള്ള പാർക്കിംഗ് ഏരിയയിൽ വണ്ടി നിർത്തി ഞങ്ങൾ ഇറങ്ങി. വിദേശ ടൂറിസ്റ്റുകൾക്ക് ക്ഷേത്ര കോമ്പൗണ്ടിനുള്ളിൽ പ്രവേശിക്കാൻ ടിക്കറ്റ് എടുക്കണം. ഇവിടെയുമുണ്ട് ധാരാളം സുവനീർ ഷോപ്പുകൾ. പാർക്കിംഗ് ഏരിയയിൽ നിന്നും കുറേ നേരം നടക്കണം ടെമ്പിൾ ഓഫ് ഹെവനിലേക്ക്. കുടയും നിവർത്തിപ്പിടിച്ച് ലില്ലി മുൻപേ പോകുന്നുണ്ട്. വലിയൊരു പടിപ്പുര. ബീജിംഗ് ഒളിമ്പിക്സിന് മുന്നോടിയായി നിർമ്മിച്ചതാണ് ഈ ഭാഗങ്ങളൊക്കെ. പണ്ടൊരിക്കൽ ഞാൻ ഇവിടെ വന്നിട്ടുണ്ട്. അന്ന് ഈ കെട്ടുകളൊന്നും കണ്ടിരുന്നില്ല. ഒരുപക്ഷെ അന്ന് ഞാൻ ക്ഷേത്ര കോംപ്ലക്സിലേക്ക് പ്രവേശിച്ചിരിക്കുക മറ്റൊരു വഴിയിലൂടെയാണെന്നും വരാം. ഏതായാലും കൂടുതൽ ടൂറിസ്റ്റുകളും എത്തുന്നത് ഞാൻ ഈ പോകുന്ന വഴിയിലൂടെ തന്നെയാണ്. അതിവിശാലമായ ഒരു പാർക്കാണിത്. കൃത്യമായി 660 ഏക്കറാണ് ഇതിന്റെ വിസ്തൃതി. ബീജിംഗ് നഗരത്തിൽ ഇത്രയേറെ സ്ഥലം ഒരു പുരാസ്മാരകത്തിനു ചുറ്റുമായി ഉദ്യാനമാക്കി നിലനിർത്തിയിരിക്കുന്നത് അതിശയകരമായ വസ്തുതയാണ്. 2,69,00,000 ജനം വസിക്കുന്ന നഗരമാണ് ബീജിംഗ് എന്നോർക്കണം. മുന്നോട്ട് നടക്കുമ്പോൾ ടെമ്പിൾ ഓഫ് ഹെവന്റെ മകുടം ദൂരെ കാണാം. വലതുവശത്ത് ഇടനാഴി പോലുള്ള വലിയൊരു കെട്ടിടം നീണ്ടുപോകുന്നു. 15-ാം നൂറ്റാണ്ടിന്റെ ആദ്യ 2 ദശകങ്ങളിലായിരുന്നു ഈ ക്ഷേത്ര കോംപ്ലക്സിന്റെ നിർമ്മാണം. അക്കാലത്തൊക്കെ ഇവിടെ മൃഗബലി പതിവായിരുന്നു. ബലിയർപ്പിക്കാനുള്ള മൃഗങ്ങളെ കെട്ടിയിരുന്ന ഭാഗം കടന്ന് ഞാൻ പൗലിനിലേക്ക് കയറി. ഈ ഇടനാഴിയിലൂടെയായിരുന്നു ബലിമൃഗങ്ങളെ ക്ഷേത്രത്തിലേക്ക് കൊണ്ടുപോയിരുന്നത്. ചിത്രപ്പണികളോടുകൂടിയ മച്ചുള്ള ഇടനാഴി. ബീജിംഗിലെ കുറേ ആളുകളുടെ വിശ്രമ കേന്ദ്രം കൂടിയാണിത്. അവർ ഒഴിവുനേരങ്ങളിൽ ഇവിടെ ചെസ്സും മറ്റു ബോർഡ് ഗെയിമുകളുമൊക്കെയായി ഇരിക്കുന്നത് കാണാം. നീണ്ട ഒരു ഇടനാഴിയാണ്. വിസ്തൃതമായ ഉദ്യാനത്തിലൂടെ അതങ്ങനെ ചുറ്റിക്കടന്നു പോകുന്നു. കരകൗശല വസ്തുക്കൾ വിൽക്കാനെത്തിയ ആളുകൾ.
ഇടനാഴിയുടെ ഒരു വശത്തെ വീതിയുള്ള കൈവരിയിൽ വിൽപ്പന വസ്തുക്കൾ നിരത്തിയിരിക്കുന്നു. അവരെയൊക്കെ പിന്നിട്ട് ഞങ്ങൾ ലില്ലിയുടെ 4 അംഗ സംഘം മുന്നോട്ട് നടക്കുകയാണ്. അതിഗംഭീരമായൊരു നിർമ്മിതിയാണ് ഈ പൗലിയൻ. അതിൻ്റെ നിറക്കാഴ്ചകളിലൂടെ ഞങ്ങൾ ടെമ്പിൾ ഓഫ് ഹെവൻ എന്ന പ്രധാന ക്ഷേത്രം ലക്ഷ്യമാക്കി നടത്തം തുടർന്നു.